ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു സ്വീറ്റ് പൊങ്കലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൽക്കണ്ട് കൊണ്ടുള്ള ഒരു പൊങ്കൽ. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യം 1 കപ്പ് പച്ചരിയും 1/2 കപ്പ് ചെറുപയർ പരിപ്പ് കൂടെ ഒന്ന് നല്ലപോലെ കഴുകിയിട്ട് ഒരു 30 മിനിറ്റ് കുതിർത്ത് വെക്കണം. അതിനുശേഷം ഇത് നമുക്ക് അതിലേക്ക് അതേ അളവിൽ 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. പിന്നെ 1/2 കപ്പ് പാലും. നമ്മൾ ടോട്ടലായിട്ട് 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിയും 1/2 കപ്പ് പരിപ്പും. അപ്പോൾ ടോട്ടലായി 3 കപ്പ് നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഒരു 4 മുതൽ 5 വരെ വിസിൽ വരുന്നത് വരെ നമുക്കത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പൊങ്ങി പോവാതിരിക്കാനായിട്ട് അതിലേക്ക് ഒരു ചെറിയ സ്പൂണോ വല്ലതും ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കഴിഞ്ഞു. 5 വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ കുഴഞ്ഞ് വേവണം. അപ്പോൾ ഇത് റെഡിയായി. നമുക്കിനി ഇതിലേക്ക് കുറച്ചും കൂടെ ചേരുവകൾ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൽക്കണ്ടാണ് ആവശ്യം. ഞാൻ 1/2 കപ്പ് കൽക്കണ്ട്, ഇതുപോലെയുള്ള ചെറിയ നമ്മൾ ഡയമണ്ട് കൽക്കണ്ടല്ല, നോർമലായിട്ടുള്ള വലിയ കൽക്കണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് കാഷ്നട്ട് ഒരു 12 നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ഗോൾഡൻ കളറായി വരണം. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസിൻ എന്ന് പറയില്ല നമ്മൾ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ അതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരി, പാല്, പരിപ്പ് മിക്സർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് കൽക്കണ്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ 1/2 കപ്പ് കൽക്കണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് കൽക്കണ്ടും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച കൽക്കണ്ട് ചേർക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസായി വരും. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കട്ടിയാവുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. നല്ല രുചിയുള്ളൊരു റെസിപ്പിയാണത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 നുള്ളു പച്ചക്കർപ്പൂരവും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിന് നല്ലൊരു രുചി, നല്ലൊരു മണവും ഉണ്ടാവും. ഒരുപാട് കൂടി പോകാൻ പാടില്ല. ഒരേ 1 നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. പെട്ടെന്ന് തന്നെ കൂടുതലായി പോകും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുറുകി ഒന്ന് കട്ടിയാവാൻ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കപ്പോൾ സ്റ്റവ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ബാക്കി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് പൊങ്കലിനോ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കാഷ്നട്ട് വറുത്ത് വെച്ചത് അതും ചേർത്ത് കൊടുത്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല മധുരമുള്ള നല്ല രുചിയുള്ള കൽക്കണ്ട് പൊങ്കൽ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.